ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് അവന് കിടപ്പ് കണ്ടില്ലേ? ദുർഗയ്ക്ക് സാരി കൊടുക്കാൻ നീ ആരാ? അതാരി, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ടാ എന്റെ അമ്മയുടെ സാരി ദുർഗയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തത്. നിന്റെ ബർത്ത്ഡേക്ക് സമ്മാനം ദുർഗയ്ക്കോ? അത് കൊള്ളാലോ. ഞങ്ങളുടെ വീട്ടിലെ കൊച്ചിന് സാരി കൊടുക്കാൻ നിനക്ക് എന്താ യോഗ്യത? അതോ അവൾക്ക് ഉണ്ണാനും ഉടുക്കാനും ഇല്ലാന്ന് ദുർഗ നിന്നോട് പരാതി പറഞ്ഞോ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് കൊടുത്തതാ. ഇതൊക്കെ ഇവരെ പോലുള്ളവന്മാരുടെ നമ്പറാ നാത്തൂനെ. അതെ, പെമ്പിള്ളേരുള്ള വീട് തപ്പിപ്പിടിച്ചു വന്ന് വാടകയ്ക്ക് താമസിക്കും. എന്നിട്ട് ഡ്രസ്സും ചോക്ലേറ്റും വാങ്ങിക്കൊടുത്ത് അവരെ വളച്ചെടുക്കും. ആ പരിപാടി ഇവിടെ നടക്കില്ല. അങ്ങനെയൊന്നുമല്ല. ദുർഗ എനിക്ക് അറിയാവുന്നതല്ലേ. ഒരേ സ്ഥലത്ത് ജോലിയും ചെയ്യുന്നു. ആ പരിചയത്തിന് പേരില്ല സമ്മാനം കൊടുത്തത്. അതൊന്നും വേണ്ടെന്നാ പറഞ്ഞേ. കല്യാണപ്രായമായ പെൺകുട്ടിയാ ദുർഗ. ഇപ്പൊ കല്യാണം നോക്കുന്നുണ്ട്. വെറുതെ ആളുകളെ കൊണ്ട് മോശം പറയിപ്പിക്കാനുള്ള ഇടയുണ്ടാക്കരുത്. അത് വല്ലത് ഇവരെ പോലുള്ളവന്മാർക്ക് മനസ്സിലാവോ? തന്തയും തള്ളയില്ലാതെ അനാഥ പ്രേതം പോലെ വളർന്നവനല്ലേ ഇവൻ. അത് ശരിയാ. സ്വന്തം അച്ഛനാരാണെന്ന് ഇവൻ അറിയൂന്ന് തന്നെ സംശയ. അതൊക്കെ നമ്മൾ എന്തിനാ അമ്മേ പറയുന്നേ? ദുർഗയ്ക്ക് സാരി കൊടുത്ത തെറ്റിന് മേലാൽ ആവർത്തിക്കരുതെന്ന് പറ. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. മര്യാദക്കാണെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ കെട്ടും കിടക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിക്കോ. ഇവിടെ വേറെ പെമ്പിള്ളേരുള്ളതാ. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. അഷിതയും അഞ്ജനയും ഞാനൊരു സ്വന്തം സഹോദരിമാരായിട്ടാ കാണുന്നത്. അപ്പൊ ദുർഗയോ? ദുർഗ നിന്റെ ആരാ? എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ദുർഗ നിന്റെ സഹോദരി അല്ലേന്ന്? പെങ്ങളായി കണ്ട ഇങ്ങനെ സാരി വാങ്ങിക്കൊടുത്ത് പുറകെ നടക്കാൻ പറ്റോ? ഇതുവരെ കഴിഞ്ഞത് കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് പോണം. മേലാൽ ദുർഗയുടെ നിഴൽ വെട്ടത്ത് പോലും നിന്നെ കണ്ടുപോകരുത്. വാ.